ഈശ്വര, ടോം തന്നെ വന്ന് വാങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പൊ ഞാനാണ് കുടുങ്ങിയേ. എന്റെ അടുത്താണെങ്കിൽ പൈസയുമില്ല. എന്ത് ചെയ്യും? അമ്മേ, ദേവ പറയുന്നതൊന്ന് കേൾക്കമ്മേ. ദേവിക്കിപ്പോ ബാഗ് വേണ്ട. ദേവിക്ക് ഹീലുള്ള ആ ബ്ലൂ ചെരുപ്പ് മതി അമ്മേ. അതിന് ചെരുപ്പ് നിനക്ക് ഉണ്ടല്ലോ ദേവ. നിനക്കില്ലാത്തത് ബാഗല്ലേ? ബാഗ് വാങ്ങാനല്ലേ നമ്മൾ വന്നത്? അതെന്താ നിനക്ക് മനസ്സിലാവാത്തേ? ഇതിലെ ചെരുപ്പൊക്കെ ഒന്ന് അമ്മ നോക്കിക്കേ. അമ്മ പോലെ വാങ്ങി പോകും. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ചെരുപ്പുകളാണ് അമ്മേ. എന്നിട്ട് കൊതിയാവാണ്. അമ്മയോട് എത്ര പ്രാവശ്യമായി ഞാൻ പറയുന്നു. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേവാ. നിന്റെ അച്ഛൻ തന്ന പൈസ മാത്രമല്ലേ എന്റെ അടുത്തുള്ളൂ. പിന്നെ ഞാൻ എങ്ങനെ വാങ്ങാനാ? പിന്നെ കാശ് കൊടുത്തും കുറച്ച് സാധനം വാങ്ങാനുള്ളതല്ലേ? നീയും കേട്ടതല്ലേ അച്ഛ പറയുന്നത് എന്തൊക്കെയാണെന്ന്. പിന്നെ നീ ഇങ്ങനെ ഇവിടെ വന്ന് വാശി പിടിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ ദേവാ? എനിക്ക് വയ്യ. എനിക്കാകെ സങ്കടം വന്നിട്ട് വയ്യ ദേവാ. നീ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ. നീ നിനക്ക് ഇഷ്ടമുള്ള ബാഗ് സെലക്ട് ചെയ്യും. നല്ല മോളല്ലേ, അമ്മയുടെ കുഞ്ഞല്ലേ. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആവിനൊക്കെ ഈരുള്ള ചെരുപ്പാണ് അമ്മ ഉള്ളത്. അവര് എന്റെ ചെരുപ്പ് കണ്ടിട്ട് എപ്പോഴും കളിയാക്കാറുണ്ട് അമ്മേ. എന്നാ ചേച്ചി അവൾ പറയുന്നത് പോലെ അവൾക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ. മോളുടെ പേരെന്താ? മോളെന്താ അമ്മ പറഞ്ഞതൊന്നും അനുസരിക്കാതെ? ചേച്ചി ഇപ്പൊ എത്ര നേരമായി കേട്ടോണ്ട് നിൽക്കുന്നതാ. എന്താ അനുസരിക്കാതെ? ചേച്ചി എനിക്ക് ചെരുപ്പാണ് വേണ്ടത്. ചേച്ചി എനിക്ക് ഹീലുള്ള ചെരുപ്പ് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഹീലുള്ള ചെരുപ്പ്, എനിക്ക് മാത്രമേ സ്ലിപ്പേഴ്സ് ഉള്ളൂ. എന്നാലും അമ്മമാര് എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഇങ്ങനെ പറയോ? എത്ര നേരമായി ദേവിയോട് അമ്മ ബാഗ് എടുക്കാൻ പറയുന്നു. എനിക്ക് ബാഗ് വേണ്ട ചേച്ചി. എനിക്ക് അവളോട് കൂടുതലൊന്നും സംസാരിക്കണ്ട. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കുറെ നേരമായല്ലോ ഇത് തന്നെ പറയുന്നു. അവളൊന്നും അനുസരിക്കാൻ പോകുന്നില്ല. അവളെ കുറച്ച് കുറുമ്പ് കൂടി സൈസിലാ ജീവിക്കുന്നേ. എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്ത കുട്ടിയായിരിക്കും അവള്. ഞാൻ പറയുന്നത് മാത്രം അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എനിക്ക് ചെരുപ്പ് വേണ്ട, വേഗം വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് ഒന്നും വേണ്ട. എന്നോട് ആരും മിണ്ടാതെ തന്നെ വരണ്ട. എന്റെ അച്ഛയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എല്ലാം വാങ്ങി തന്നേനെ. അമ്മ ഞാൻ പറയുന്നതൊന്നും എനിക്ക് വാങ്ങി തരുന്നില്ലല്ലോ. എന്നോട് മിണ്ടണ്ട. എനിക്ക് ചെരുപ്പ് വേണ്ട. അയ്യോ ചേച്ചി, ആ കുട്ടി അതാ റോഡിലേക്ക് എഴുന്നു പോകുന്നു. ഒന്ന് പെട്ടെന്ന് ചെന്ന്. നിറയെ വാഹനങ്ങൾ വരുന്ന റോഡാ. എന്റെ ഈശ്വര, ഇനി ഞാൻ എന്താ ചെയ്യുന്നേ? എനിക്ക് വയ്യ ഈ കൊച്ചിനോട് സംസാരിക്കാൻ. ദേവാ, ദേവക്കുട്ടി എഴുന്നേറ്റ് വാ. അമ്മ ദേവയ്ക്ക് വേണ്ടത് അമ്മ വാങ്ങിത്തരാം. എന്താ വേണ്ടത് വെച്ചാ ദേവ എടുത്തോ. നല്ല കുട്ടിയല്ലേ. ദേവിക്ക് എന്താ ചെരുപ്പാണോ വേണ്ടത്? എന്നാ ചെരുപ്പ് എടുത്തോ. ഇഷ്ടമുള്ള ബാഗ് എടുത്തോ. അമ്മയുടെ കുട്ടിയല്ലേ. വീട്ടിലേക്കൊന്നും ഇങ്ങനെ പോകല്ല ദേവാ. നമ്മളിപ്പോ ഒരുപാട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വന്നതല്ലേ. നിനക്ക് അറിയില്ലേ അതൊക്കെ? അച്ഛയുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അച്ഛൻ തരില്ലേ? അത് നിനക്കറിയില്ലേ? എന്നിട്ടും അമ്മയെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? നിനക്ക് ഇഷ്ടമുള്ളത് എല്ലാം എടുത്തോ. അമ്മ ഒന്നും പറയുന്നില്ല. കാശിക്കുട്ടന് ഒന്നും വേണ്ട. ദേവ മാത്രം എടുത്താ മതി. ഇനി അമ്മ ദേവയെ ഒന്നും പറയില്ല. ചേച്ചി, ചേച്ചി, എന്നെ അമ്മ ചെരുപ്പ് വേഗമാക്കി എടുക്കാൻ സമ്മതിച്ചു ചേച്ചി. പക്ഷേ ദേവിക്ക് വേണ്ട. അമ്മയെ സങ്കടപ്പെടുത്തിയിട്ട് ചെരുപ്പൊന്നും ദേവിക്ക് വേണ്ട. എന്റെ അമ്മ പറഞ്ഞോണ്ടാ പറയുന്നേ പൈസ ഇല്ല എന്ന്. അതുകൊണ്ട് അമ്മ പറയുന്നത് മാത്രം മതി ദേവിക്ക്. ദേവിക്ക് വേറെ ഒന്നും വേണ്ട ചേച്ചി. അമ്മ പറഞ്ഞ ബ്ലൂ ബാഗ് മാത്രം മതി
വൈകിയാണെങ്കിലും ദേവക്കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അമ്മയുടെ മോള് അമ്മയെ വിഷമിപ്പിക്കില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അമ്മേ പോകുന്ന വഴിക്ക് ദേവി